ഇങ്ങനെ എപ്പോഴും ഈ മസിൽ പിടിച്ചുള്ള പടം അല്ലാതെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഉണ്ണിമോഹനത്തിന് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. ഫാമിലി ഓഡിയൻസിന് എന്തായാലും കാണാൻ പറ്റിയൊരു മൂവി തന്നെയാണ്. ഒരു കോമഡി ട്രാക്കിൽ പോയി എന്നാൽ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇമോഷണലായിട്ട് പോകുന്നൊരു മൂവിയാണ്. ഒരു വേറൊരു ഉണ്ണിമൂന്നിനെ കാണാൻ പറ്റും. ഒരിക്കലും നമ്മൾ മാർക്കോ കണ്ടിട്ടൊക്കെ വന്ന ശേഷം ഒരു വേറൊരു ഉണ്ണിമൂന്നിനെ കാണാൻ പറ്റും. നിഖില ഉണ്ണി കോംബോ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അവരുടെ കെമിസ്ട്രി സൂപ്പറാണ്. ഒരു ഫൺ മോഡ് കാണാം. ഒരു നിഖിലയുടെ ഒരു കുറുമ്പ് ഒക്കെ നന്നായിട്ടുണ്ട്. നല്ല മൂവി, നല്ലൊരു എൻഗേജിങ്, നല്ല ഫൺ. എല്ലാവരും കുട്ടികളും ഫാമിലി എല്ലാവരുമായിട്ട് കാണാൻ ഉണ്ണിമൂന്നിനെ അടിപൊളിയാണ്, നല്ല അടിപൊളിയാണ്. ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന അവിടെ നല്ല ഫാമിലി ആയിട്ട് നന്നായിട്ട് നല്ല കണ്ടൻ്റായിട്ട് തോന്നുന്നു. ഫാമിലി എൻ്റർടൈനർ. നിഖില വിമലും ഉണ്ണിമൂന്നിൻ്റെ കോമ്പിനേഷൻ കാണാവുന്നതാണ്. നല്ല മ്യൂസിക്, ഫാമിലി എൻ്റർടൈനറാണ്. താങ്ക് യു. ഫാമിലി ഓഡിയൻസിന് എന്തായാലും കാണാൻ പറ്റിയൊരു മൂവി തന്നെയാണ്. ഒരു കോമഡി ട്രാക്കിൽ പോയി എന്നാൽ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇമോഷണലായിട്ട് പോകുന്നൊരു മൂവിയാണ്. ലാസ്റ്റ് ഒരു നല്ലൊരു ഫീൽ ഗുഡ് എൻഡിങ് ആണ് പടം. മൊത്തത്തിൽ എന്തായാലും ഫാമിലി ഓഡിയൻസിന് പറ്റിയൊരു പടം തന്നെയാണ്. ഇപ്പം മാർക്കോയ്ക്ക് ശേഷം ഈ ഫാമിലി ഓഡിയൻസിന് ഉണ്ണിമൂന്നനോടുള്ള ചിലപ്പോൾ ഒരു ഇതുണ്ടാവും. പക്ഷേ അത് മാറ്റി എല്ലാവർക്കും കാണാൻ പറ്റിയൊരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. എൻജോയ് ചെയ്താലോ. നല്ല മൂവി, നല്ല ഫൺ എൻ്റർടൈനർ. വീട്ടിൽ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന മൂവിയാണ്. നിഖില ഉണ്ണി കോംബോ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അവരുടെ കെമിസ്ട്രി സൂപ്പറാണ്. ഭയങ്കര ഒരു എന്താ പറയുക, നല്ല ഒരു എല്ലാവർക്കും ഇഷ്ടം. ഇപ്പോൾ ഉള്ള മൂവീസിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു മൂവിയാണ്. നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട്. പിന്നെ നല്ല റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഡിഫറെൻറ്റ് പടം കണ്ടു, നല്ലൊരു പടമാണ്. ഒരു ഫാമിലി ഓഡിയൻസ് ത്രൂ ഔട്ട് കാണാൻ പറ്റിയൊരു പടമാണ്. ഒരു വേറൊരു ഉണ്ണിമൂന്നിനെ കാണാൻ പറ്റും. ഒരിക്കലും നമ്മൾ മാർക്കോ കണ്ടിട്ടൊക്കെ വന്ന ശേഷം ഒരു വേറൊരു ഉണ്ണിമൂന്നിനെ കാണാൻ പറ്റും. നിങ്ങൾ നല്ലോണം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്യൂട്ട് എക്സ്പ്രഷൻസും നല്ല അടിപൊളി. ആ ജോഡി നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഒരു മൂവി, ഒരു ഡോക്ടറുടെ പ്രസൻസ് എങ്ങനെ വേണം എന്നുള്ളത് മൊത്തത്തിൽ അതിൽ കാണിക്കുന്നുണ്ട്. ഉണ്ണിമൂന്നിൻ്റെ സെലക്ഷനും കൊള്ളാം. ഇങ്ങനെ എപ്പോഴും ഈ മസിൽ പിടിച്ചുള്ള പടം അല്ലാതെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഉണ്ണിമൂന്നിന് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. അല്ലാതെ മസിൽ പിടിച്ച് ഫൈറ്റും മാത്രം കൊണ്ട് കടന്നാൽ നടക്കില്ല. ഇത് കൊള്ളാം, നല്ല സെലക്ഷനാണ്. ഒരു മൊത്തത്തിൽ കുഴപ്പമില്ലാത്തൊരു പടമാണ്. ഫാമിലി ഒരു ഫാമിലി മൂവിയാണ്. ഇതിൽ അടിയും കുത്തൊന്നുമില്ല. ഒരു ഫാമിലി മൂവി, നല്ലൊരു കുഴപ്പമില്ലാത്തൊരു മൂവിയാണ്. ഇന്നലെ ഇത്ര ഒരു റോള് സെലക്ട് ചെയ്തത് വളരെ ഇതായി. ഇത് മാർക്കോയ്ക്ക് ശേഷം അദ്ദേഹം സെലക്ട് ചെയ്ത റോളൊന്നുമല്ല, മാർക്കോയുടെ പാരലലി അദ്ദേഹം ചെയ്ത ഒരു മൂവിയാണെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ ഒരു നടൻ്റെ കരിയറിൽ എല്ലാത്തരം കഥാപാത്രങ്ങളും ഉണ്ടാകുമ്പോഴാണ് അയാളൊരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ മെറ്റീരിയൽ ആവുന്നത്. ഇപ്പോൾ ഉണ്ണിമൂന്നിൻ്റെ കരിയറിൽ വളരെ വ്യത്യസ്തമായ ഒരു വേഷമാണ് ഈ സിനിമ. കാരണം ഇതിനകത്ത് ഒരുപാട് ഇമോഷൻസും ഒരുപാട് എന്താ പറയുക അഭിനയ സാധ്യതയുള്ള ഒരു റോളാണ് ഇതിനകത്ത് ഡോക്ടർ അർജുൻ എന്നുള്ള ഈ ഒരു ക്യാരക്ടർ. അത് അദ്ദേഹം വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. മുൻപ് ചെയ്തിരുന്ന ആ ഒരു മാസ് അപ്പീലിൽ നിന്ന് മാറിയിട്ട് ഒരു ഫാമിലി മാൻ അല്ലെങ്കിൽ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ അങ്ങനെയുള്ള ഒരു ഫീലിലേക്ക് അർജുൻ എന്നുള്ള ഒരു ഡോക്ടർ കഥാപാത്രം നന്നായിട്ട് തന്നെ ഉണ്ണിമൂന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമ ഈ IVF സർവീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് മലയാളത്തിൽ തന്നെ സിനിമകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഇതൊരു ഡോക്ടറുടെ ആംഗിളിൽ നിന്ന് ഡോക്ടർക്ക് ഈ ഒരു പ്രശ്നം കൂടി അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അങ്ങനെ ഒരു ആംഗിളാണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത്. തികച്ചും ഒരു ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല മുഹൂർത്തങ്ങളുള്ള അതുപോലെ തന്നെ നല്ലൊരു മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ കൂടിയാണ്. ഇപ്പോൾ മാർക്കോ ഇറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഒരു റോങ് ഇതാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ളവർ ഈ സിനിമ കാണുക. കാരണം എല്ലാ സിനിമയും മെസ്സേജ് കൊടുക്കണമെന്നില്ല. പക്ഷേ ഈ ഒരു സിനിമ അങ്ങനെ നല്ലൊരു മെസ്സേജ് കൂടി കൊടുക്കുന്നുണ്ട് ഫാമിലിയെക്കുറിച്ചും അങ്ങനെയുള്ള റിലേഷൻസിനെ കുറിച്ചും. ഫാമിലി ഫീൽ ഗുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ലൈഫാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ രീതി നോക്കുമ്പോഴത്തേക്ക് ഉണ്ണിമൂന്ന് വളരെ ഈസി ആയിട്ടുള്ള ക്യാരക്ടറിനെ ഡീൽ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ കാരണം ഒരു മാർക്കൊക്കെ മനസ്സിലിങ്ങനെ നിൽക്കാനുള്ള ഒരു ക്യാരക്ടർ അതിൽ നിന്ന് മാറി വളരെ ഈസി ആയിട്ട് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്.